40 kVയുടെ ഓൺ ഗ്രിഡ് സോളാർ സിസ്റ്റം ചെയ്യുന്ന ഒരു വീഡിയോ ഫുള്ളായിട്ട്, അതായത് തുടക്കം മുതൽ അവസാനം വരെയും പോസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾറെഡി 6 വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തു. ഇതിപ്പോൾ 7ാമത്തെ വീഡിയോ ആണ്. മുന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, ആക്സസറീസ് കൊണ്ടുവരുന്നത് മുതൽ ഈ ഒരു റൂഫ് വർക്ക് ചെയ്യുന്നത് വരെയുള്ള വർക്ക് ഫുള്ളായിട്ട് ഞാൻ ആ ഒരു വീഡിയോസിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വർക്ക് ഈ റൂഫിന് മുകളിൽ ഈ ഒരു ക്ലാമ്പ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ കൂടെ കുറച്ച് ഇലക്ട്രിക്കൽ വർക്കിന് വേണ്ടിയുള്ള ആക്സസറീസ് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു 3 ബോക്സിൻ്റെ കാര്യം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 ബോക്സ് വന്നിട്ടുണ്ട്, അതെന്താണെന്ന് അറിയില്ല എന്ന്. ഇന്ന് പൊളിച്ചു നോക്കിയപ്പോഴത്തേക്കാണ് മനസ്സിലായത് ആ ഒരു പാനൽ സെറ്റ് ചെയ്യാനുള്ള ക്ലാമ്പുകളായിരുന്നു എന്ന്. അപ്പോൾ ഈ പാനലിൻ്റെ ഈ ഒരു ഷീറ്റിൻ്റെ മേളിൽ ക്ലാമ്പ് സെറ്റ് ചെയ്യാനുള്ള വർക്ക് തുടങ്ങിക്കഴിഞ്ഞു. കൂടാതെ ഇലക്ട്രിക്കൽ വർക്കുണ്ട്. ഈ ഒരു ഡെറ്റ് വഴിയാണ് ഒരു 10 നില ബിൽഡിങ്ങിൻ്റെ താഴേക്ക് കണക്ഷൻ കൊണ്ടുപോകുന്നത്. ഈ ഒരു കണക്ഷൻ കൊണ്ടുപോകാനായിട്ട് അവർ ഉപയോഗിച്ചിരിക്കുന്നത് UG കേബിളാണ്. അതോടൊപ്പം ഇരുമ്പിൻ്റെ പട്ടയും ഉപയോഗിച്ചിട്ടുണ്ട് എർത്ത് ചെയ്യാനായിട്ട്. വർക്ക് ഏകദേശം പകുതിയോളമായി കഴിഞ്ഞു. ഈ ഒരു ഷീറ്റിൻ്റെ മുകളിലായിട്ട് സെറ്റ് ചെയ്യേണ്ടത് 19 പാനലുകൾ നിരത്തി വെച്ച 2 ലെയറുകളായിട്ടാണ് സെറ്റ് ചെയ്യാനുള്ളത്. ഈ പാനലുകൾ ഫിറ്റ് ചെയ്യാനുള്ള ക്ലാമ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത് 2 ഇഞ്ചിൻ്റെ സെൽഫ് സ്ക്രൂ 2 ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ റിബാറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. അത്രയ്ക്കും നല്ല ബലത്തിലാണ് ആ ഒരു ക്ലാമ്പുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. 38 പാനലുകൾ സെറ്റ് ചെയ്യാനുള്ള റൂഫ് വർക്കിൻ്റെ മുകളിലുള്ള ക്ലാമ്പ് സെറ്റിങ്സ് ഏകദേശമൊക്കെ തീർന്നു കഴിഞ്ഞു. ഇനിയുള്ളത് അടുത്ത റൂഫാണ്. ആ ഒരു റൂഫിൽ വരുന്നത് 19 പാനലാണ്. അങ്ങനെ 2 സെക്ഷനായിട്ടാണ് ഈ ഒരു പാനൽ അവർ സെറ്റ് ചെയ്തേക്കുന്നത്. മൊത്തത്തിൽ 73 പാനലാണ് ഈ ഒരു വർക്കിന് വേണ്ടി അവർ ഉപയോഗിച്ചിരിക്കുന്നത്. ബാക്കിയുള്ളത് മേളിൽ അവർ സെറ്റ് ചെയ്യുന്നുണ്ട്. മേളിൽ നിന്ന് ഉള്ള കണക്ഷൻ തുടങ്ങി താഴെയുള്ള കണക്ഷൻ ഉൾപ്പെടെ പൈപ്പിട്ട് കണക്ഷൻ അവർ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന വയർ എത്ര mm ആണെന്നുള്ളത് അറിയില്ല. അത് ഞാൻ നോക്കിയിട്ട് പറയാം അത് എത്രയാണ് എന്നുള്ളത്. ഈ ഒരു റൂഫിൻ്റെ മുകളിലുള്ള ഈ ഒരു ക്ലാമ്പ് സെറ്റിങ്സ് 2 ഏകദേശം കഴിഞ്ഞു. ഈ ഒരു സോളാറിൻ്റെ ഔട്ട്പുട്ട് പാനലിലെത്തിക്കാൻ വേണ്ടി അവർ ഉപയോഗിച്ചിരിക്കുന്നത് 35 mm UG കേബിളാണ്. അപ്പോൾ ആ ഒരു കേബിള് പുറത്തുകൂടി കൊണ്ടുവന്നതിന് ശേഷം ഹോളിട്ട് ഡെറ്റിൽ കയറ്റിയതിന് ശേഷം ആണ് അവർ താഴേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ എർത്ത് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. എർത്ത് കണക്ഷൻ കൊടുക്കാനായിട്ട് അവർ ഉപയോഗിച്ചിരിക്കുന്നത് പട്ടയാണ്. ഒരു ഡെറ്റിൻ്റെ അവിടെ നിന്ന് തുടങ്ങിയിട്ട് അടുത്ത ഡെറ്റ് വരെ എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 10-12 അടി പൊക്കം ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു കണക്ക് കൂട്ടൽ. ആ ഒരു ഡെറ്റ് വഴി 10 നില ബിൽഡിങ്ങാണ്. അപ്പോൾ ആ ഒരു ഡെറ്റ് വഴിയാണ് താഴേറ്റം വരെയും കണക്ഷൻ കൊടുക്കുന്നത്. ഔട്ട്പുട്ട് ഇതിലേ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ എർത്ത് പട്ടയും ഉപയോഗിച്ചിട്ടായിട്ടുള്ള നമുക്ക് കാണാൻ സാധിക്കും. കൂടാതെ പാനൽ കണക്ഷൻ കൊടുക്കാനുള്ള DB ബോക്സ് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇൻവെർട്ടർ ഒക്കെ വന്നിട്ടുണ്ട്. അതെല്ലാം ഇന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. കണക്ഷൻ കൊടുക്കുന്നില്ല. കണക്ഷൻ കൊടുക്കുമ്പോഴത്തേക്ക് അതിൻ്റെയും വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് ആ ഒരു 40 kVയുടെ ഇൻവെർട്ടർ. അതിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കാണുന്നതാണ്. ബാക്കിയുള്ള ഫുള്ള് ഡീറ്റെയിൽ അറിയില്ല. അതെല്ലാം ഞാൻ എന്തായാലും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഫുള്ളായിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ എന്തൊക്കെയാണെന്നുള്ളത് ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ഞാൻ ഈ ഒരു ചാനലിൽ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ബാറ്ററി ഉപയോഗിച്ച് ചെയ്യുന്ന ഓഫ് ഗ്രിഡ് ഇൻവെർട്ടറുകൾ ഒത്തിരി ചെയ്തിട്ടുണ്ട്. പക്ഷേ ഓൺ ഗ്രിഡ് ഇന്ന് ആദ്യമായിട്ടാണ് ഈ ചെയ്യുന്നതും കാണുന്നതൊക്കെ. അപ്പോൾ ഇതിനെക്കുറിച്ച് വലിയ പിടിപാടൊന്നുമില്ല. ഇതിനെക്കുറിച്ച് അറിയാമെന്നുള്ളവരൊന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്നെപ്പോലെ തന്നെ അറിവില്ലാത്തവർക്ക് ഇതൊരു അറിവായിക്കോട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഈ ഒരു പാനൽ സെറ്റിങ്സും DB സെറ്റിങ്സും ഒക്കെ കഴിഞ്ഞു. ബാക്കിയുള്ള വർക്കുകൾ ചെയ്യുന്നത് ഞാൻ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നവരെ ബൈ.